അമ്മു ചേച്ചി, മുതുക്കി, അമ്മു ചേച്ചി, എടി മുതുക്കി, അമ്മു ചേച്ചി. അച്ഛാ ഡൽഹി ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? താജ്മഹലൊക്കെ അടുത്ത് നിന്ന് കണ്ടോ? ഫോട്ടോ ഒക്കെ എടുത്തോ അച്ഛാ? അയ്യോ, ഫോണിൽ ചാർജ് ഇല്ല മോളെ. ചാർജ് ചെയ്തിട്ട് ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. എന്തു പറ്റി വെച്ചാ മുഖത്തൊരു വിഷമം പോലെ? ഒന്നുമില്ല മോളെ. ശരി അമ്മേന്റെ ഡൽഹി ട്രിപ്പ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ട് എൻജോയ് ചെയ്തോ? ഞാൻ ഇവിടെ ജോലി ചെയ്യുന്ന കണ്ടില്ല. ചേച്ചി എന്താ സംഭവിച്ചേ? ഈ വീട്ടിൽ ആരും ഒന്നും പറയുന്നില്ലല്ലോ. ഈ വീട്ടിലുള്ളവർക്കൊക്കെ എന്താ പറ്റിയെന്ന് പറ. ചേച്ചി എന്താ? അല്ല നീ അല്ലേ ഇന്നലെ പറഞ്ഞത് ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല, നേരിട്ട് പറയാവുന്ന. ചേച്ചി ചേട്ടൻ ഐ ലവ് യു എന്ന് പറഞ്ഞ് പ്രൊപ്പോസ് ചെയ്തോ? അയ്യോ, രണ്ടുപേരും എന്നത് കുറച്ചു നേരത്തേക്ക് വെറുതെ വിടും. നിങ്ങൾക്കൊക്കെ ശരിക്കും എന്താ സംഭവിച്ചേ? എന്താ കാര്യമെന്ന് വെച്ചാ പറ, അല്ലാതെ എല്ലാരും കൂടി ഇങ്ങനെ ഇരുന്ന. പ്ലീസ് എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടുവോ? ചേച്ചി, നമ്മളില്ലാത്തപ്പോ ഇവിടെ എന്തോ വലിയ പ്രശ്നം ഉണ്ടായെന്ന് തോന്നുന്നു. അഞ്ജു, നമ്മൾ വിചാരിച്ചതിന്റെ വിപരീതമായിട്ടാ സംഭവിച്ചോണ്ടിരിക്കുന്നത്. എല്ലാവർക്കും വിഷമായിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ കടിച്ചു കയറാൻ നിൽക്കുന്നോണ്ടാ എനിക്കൊരു പേടി പോലെ തോന്നുന്നേ. സതീഷിന്റെ മോളുടെ കല്യാണ ഇൻവിറ്റേഷൻ ആണല്ലോ. റമി, റമി, വരുവാ. സതീഷിന്റെ മോളുടെ കല്യാണ ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടല്ലോ. നീ കണ്ടില്ലേ? ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ലല്ലോ. നമ്മളെ ആരെയും കല്യാണം വിളിച്ച് ഇൻവിറ്റേഷൻ കൊണ്ടുവന്നാല് എനിക്ക് അപ്പോ തന്നെ നമ്മുടെ അമൂലയുടെ കാര്യം ഓർമ്മ വരും. അതെനിക്ക് മനസ്സിലായില്ല. അമ്മൂന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികളെല്ലാം ഓരോരുത്തരായി കല്യാണം കഴിഞ്ഞ് പോവാ. നമ്മുടെ അടുത്ത വീട്ടിലെ ദേവിയുടെ മകളുടെ കല്യാണം ഉറപ്പിച്ചു. ലോക്ക്ഡൌൺ സമയത്ത് ഒരു 10 പേരെ വിളിച്ചു കൂട്ടിയ സരോജിനി അവരുടെ മോടെ കല്യാണം നടത്തിയത്. കല്യാണവും കഴിഞ്ഞു. ആ കൊച്ചിപ്പോ പ്രഗ്നന്റുമാണ്. ഇത്രയും ചെറിയൊരു കാര്യത്തിന് നീ ഇത്രയും ടെൻഷൻ അടിക്കുന്നേ പ്രമി? എന്താ ഇതത്ര വലിയ കാര്യമില്ലെന്നാണോ? ഞാൻ കൊച്ചി രാജാവിന്റെ പട്ടുമെത്ത വേണോന്നല്ലല്ലോ പറയുന്നത്, ഒരു കല്യാണം നടത്തണോന്നല്ലേ പറയുന്നത്. ആരതിയുടെ കല്യാണം പോലും നമുക്ക് മര്യാദയ്ക്ക് സമാധാനത്തോടുകൂടി നടത്താൻ പറ്റിയില്ല. ഇതൊക്കെ വലിയൊരു പ്രശ്നമല്ലേ? വെറുതെ കുട്ടികളെ ടെൻഷൻ അടിപ്പിക്കല്ലേ. നിങ്ങൾ അവളെ ഇങ്ങനെ വഷളാക്കേ. അവള് നിങ്ങൾ പറയുന്നത് കേൾക്കാതിരിക്കില്ല. അമൂലയുടെ കല്യാണത്തെ കുറിച്ച് നിങ്ങൾ കാര്യമായിട്ട് ചിന്തിച്ചു തുടങ്ങിയ ആലോചനകൾ തനിയെ പടികടന്നിങ്ങി വന്നോളൂ. അതൊക്കെ ശരിയാ പ്രമി, പക്ഷെ എന്തിനാ ഇത്ര വലിയ അർജന്റ്? 1-2 വർഷം കൂടി അവൾക്ക് ഇങ്ങനെ ജീവിക്കണമെങ്കിൽ ജീവിച്ചോട്ടെന്ന്. അവള് ജീവിച്ചോട്ടെ. 2 വർഷം ആക്കുന്ന എന്തിനാ? 20 വർഷം കൂടെ അവളെങ്ങനെ ഇരുന്നോട്ടെ. അവസാനം ഏതെങ്കിലും ഒരു മുതുക്കം വരും. അപ്പൊ 2 പേർക്ക് ഓരോ വെറ്റിനച്ചെല്ലാം കൊടുക്കാം. പ്രമി, നീ എന്തൊക്കെയാ വിളിച്ചു പോകുന്നത്? പിന്നെന്താ ഞാൻ പറയേണ്ടത്? അവൾക്ക് എത്ര വയസ്സായെന്നറിയോ? നമ്മൾ തന്നെ ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അമ്മൂന് ചോദിച്ച ആലോചനകളൊന്നും ചിലപ്പോ കിട്ടിയെന്ന് വരില്ല. ഇപ്പോഴേ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു തുടങ്ങിയാല് അടുത്ത കൊല്ലം ആവുമ്പോഴേക്കും അവക്ക് നല്ല ആലോചനയെങ്കിലും വരൂ. 1 കൊല്ലമെങ്കിലും എടുക്കുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? പിന്നെ എന്താ ആലോചിച്ച് നിൽക്കുന്നേ? ആയിക്കോട്ടെ, അമ്മനോടൊരു വാക്ക് ചോദിക്കണ്ടേ? അതിന്റെ ഒരാവശ്യമില്ല. നമ്മൾ പറഞ്ഞ അവക്കെല്ലാം മനസ്സിലാവും. അതങ്ങനെയൊന്നും അല്ല പ്രമി. നിങ്ങൾ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കണ്ട. നമ്മുടെയൊക്കെ കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? മാതാപിതാക്കള് സ്വന്തം കുട്ടികൾക്ക് എന്തെങ്കിലും ദോഷം വരുന്നത് ചെയ്യുവോ? അമ്മൂന്റെ കാര്യത്തിൽ ഇനി നിങ്ങൾ ആലോചിച്ച് നിൽക്കണ്ട. അനാവശ്യമായ സ്വാതന്ത്ര്യം കൊടുത്തിട്ടാ അവക്ക് 2 കൊമ്പ് ഇപ്പൊ മുളച്ചു നിൽക്കുന്നത്. മതി മതി, കൂടുതൽ സംസാരിച്ച് വഷളാക്കണ്ട. ഇപ്പൊ എന്താ, അമ്മൂനോട് ചെറുക്കനെ നോക്കണം, അത്രയല്ലേ ഉള്ളൂ. ഇനി അത് നോക്കിയില്ലാന്ന് വേണ്ട. പക്ഷേ അമ്മൂനോട് അതിനു മുമ്പ് ഒരു വാക്ക് ചോദിക്കണം. അവള് സമ്മതിച്ച അപ്പൊ തന്നെ ആലോചന തുടങ്ങും. നിങ്ങൾ ഇപ്പൊ അവളോട് ചെന്ന് ചോദിക്കും, എനിക്കിപ്പൊ കല്യാണം വേണ്ടാച്ചാന്ന് പറഞ്ഞ അവളിങ്ങനെ കിടന്ന് തുള്ളു. അവള് പറയുന്നത് കേട്ട് നിങ്ങൾ തലയടി ഇങ്ങ് തിരിച്ചു വരും. അവളെ ഇപ്പൊ വിളിച്ചു ചോദിക്കേണ്ട എന്താവശ്യമുള്ളത്? ആദ്യം ഏതെങ്കിലും നല്ല ബ്രോക്കറെ വിളിച്ചൊന്ന് സംസാരിക്കേ. അവളോടിപ്പൊ ചോദിച്ചാ എന്തെങ്കിലും തട്ടിമുട്ട് ന്യായം പറഞ്ഞ് അത് വേണ്ടാന്ന് വെക്കും. ഇത് നമ്മൾ മുൻകൈ എടുത്ത് ചെയ്യേണ്ടതാ. ആർക്കും ഒരു ദോഷം ഉണ്ടാവില്ലല്ലോ. എന്തൊക്കെയാണെങ്കിലും അവളോടൊരു വാക്ക് ചോദിക്കാതെ കല്യാണം നടത്തുന്നത് ശരിയല്ല പ്രമി.
ഇനി ശരിയല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ ഈ കാര്യത്തിൽ ഒരു വഹമിണ്ടാൻ നിൽക്കണ്ട. അവളുടെ കല്യാണം ഇനി ഞാൻ മുൻകൈ എടുത്ത് നടത്താൻ പോവാ. അവൾക്ക് പറ്റിയ ആലോചന ഞാൻ കണ്ടുപിടിക്കും. ഞാൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജോലി ഇതിലുണ്ടാവില്ല. സ്വന്തം കാര്യം നോക്കിക്കൂ. പ്രമി, പ്രമി, എന്റെ അമ്മ ചേച്ചിയുടെ സമ്മതം ഇല്ലാതെ അവളുടെ കല്യാണം നടത്താൻ പോവാണോ? ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ഇവര് പെൺമക്കളെ വളർത്തുന്ന എന്തിനാണെന്നറിയോ? അവരെ ഉപയോഗിച്ച് പണക്കാരായ പയ്യന്മാരെ വളയ്ക്കണം, എന്നിട്ട് ആ കാശ് ഉപയോഗിച്ച് ജീവിക്കണം. അതിലെ മൂത്ത മകളെയാ നിങ്ങളുടെ ഇളയ മോനെ കൊണ്ട് ഇവര് ബുദ്ധിപൂർവ്വം കല്യാണം കഴിപ്പിച്ചത്. ഇപ്പോ ഇവരുടെ രണ്ടാമത്തെ മകളും നിങ്ങളുടെ മൂത്ത മകനും തമ്മിൽ കല്യാണം ഉറപ്പിച്ചിരിക്കല്ലേ? വിക്കി, ഇങ്ങനെ കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നിട്ട് എന്താ പ്രയോജനം? ആവശ്യമില്ലാത്ത ചിന്തിച്ച് മനസ്സ് കൂടുതൽ വിഷമിപ്പിക്കരുത്. എത്ര നാളെങ്കിലും ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റും? അവരെ രണ്ടുപേരും ഞാൻ താജ്മഹലിന് മുമ്പിലെത്തിച്ച് ചേട്ടനെ കൊണ്ട് അവളെ പ്രപ്പോസ് ചെയ്യിക്കാൻ എന്തോരം കഷ്ടപ്പെട്ടെന്ന് എനിക്ക് മാത്രം അറിയും. കുറച്ച് നാളായിട്ട് ചേട്ടൻ എത്ര സന്തോഷത്തിലാണെന്ന് നീ കണ്ടതല്ലേ? എല്ലാം ക്ലിയറായി വന്നതാ. ഇനി കല്യാണമേളം തുടങ്ങാന്ന് വിചാരിച്ചപ്പോഴാ ഓരോ പുതിയ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്നത്. നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തില് ആരുടെ ദൃഷ്ടിപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യം ഓർത്തിരിക്കുന്നത് വിക്കി മാത്രമല്ല, അമ്മുവിന്റെയും വേദാന്തേട്ടന്റെയും കല്യാണത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങള് ഞാനും ഏട്ടനും ഏട്ടത്തിയൊക്കെ എന്തുമാത്രം കണ്ടതാന്നറിയോ? എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ വിചാരിച്ചതുപോലെ നടക്കില്ലല്ലോ വിക്കി. ഇല്ല അറുതി, ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് എന്ത് വില കൊടുത്ത് ഞാൻ നടത്തിയിരിക്കും. അതിനി എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ശരി, ചേട്ടൻ ആഗ്രഹിച്ച പോലെ എല്ലാം നടക്കണം. ആരൊക്കെ എതിർത്താലും വേദാന്തേട്ടനും റൗഡി കൊച്ചും ഒന്നിച്ച് ജീവിക്കും. ഇല്ലെങ്കിൽ എന്നെ ആക്സിഡന്റ് ഉണ്ടാക്കി കൊല്ലാൻ നോക്കിയതുപോലെ വേദാന്തേട്ടന് നേരെയും പലതും സംഭവിക്കും. എടി ഒതുക്കി ചേച്ചി, നീ ഇവിടെ എത്തിയോ? നിന്നെ കാണാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. അയ്യോ അദിതി, നീ എന്നെ പേടിപ്പിച്ചല്ലോ. നിനക്ക് എന്താ പറ്റിയ? ഓ, എനിക്കൊരു പ്രശ്നമില്ല, നിനക്കാ പ്രശ്നം. എനിക്കോ? എനിക്ക് എന്താ പ്രശ്നം? എന്താന്ന് അറിയണെങ്കിലേ ആദ്യം പറയുന്നത് കേൾക്കണം. അതുപോലെ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നിനക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യ്, നിന്റെ ബാഗൊക്കെ വേഗം പോയി പാക്ക് ചെയ്ത് വെക്ക. നീ കുറച്ചു ദിവസത്തേക്ക് എവിടെങ്കിലും ഒളിച്ചോടി പൊക്കോ. ഏയ് എന്താടി പൊട്ടി, നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എന്തിനാ വീട് വിട്ട് ഒളിച്ചോടുന്നേ? എന്റെ പൊന്നമ്മു ചേച്ചി, നിന്നെ ഇനി എനിക്ക് ഇതുപോലെ തന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. കുറച്ചു നാൾ എവിടെയെങ്കിലും പൊക്കോ. ബോംബയ്ക്കുള്ള വണ്ടി കയറിയാലോ? അത് മതി. പക്ഷെ ഇന്നിനി ആ വണ്ടി ഉണ്ടാവോ? എടി, നിനക്ക് ശരിക്കും വട്ടായി എന്നാ തോന്നുന്നേ. ആദ്യം നീ കാര്യം എന്താണെന്ന് പറ. ഇനി എന്ത് പറഞ്ഞിട്ട് എന്ത് പ്രയോജനമാ ചേച്ചി? ഞാൻ പറയാൻ പോന്ന് കേട്ടിട്ട് നിനക്കിനി വല്ല ഹാർട്ട് അറ്റാക്കും വരുമോന്ന് എനിക്ക് പേടി വരുന്ന. ഹലോ, എന്തിനാ ആളുകൾ എന്നെ റൗഡി ബേബിനെ വിളിക്കുന്നതെന്ന് അറിയില്ലേ? അതൊക്കെ ചുമ്മാ കോമഡിക്ക് വിളിക്കുന്നതല്ല. ദേ ആക്ച്വലി മീൻ ഇറ്റ്. ഞാൻ സ്ട്രോങ് ആ. നീ റൗഡി ബേബിയാ, പക്ഷെ റോബോട്ടൊന്നും അല്ലല്ലോ. നിനക്കും ഹാർട്ടും ഇമോഷൻസും ഒക്കെ ഇല്ലേ? ഇത് ഇവിടെ കൊള്ളുന്ന കാര്യമാ. ഇന്ന് അച്ഛനും അമ്മയും കൂടെ നിന്റെ കല്യാണം നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. എന്താ വിക്കി ഇത്? എന്താ ഈ പറയുന്നേ? വിക്കിക്ക് അന്ന് സംഭവിച്ച ആക്സിഡന്റും അമ്മുന്റെയും ചേട്ടന്റെയും കല്യാണം തമ്മിൽ എന്താ ബന്ധം? എനിക്കിതൊക്കെ കൂടി കേട്ടിട്ട് നന്നായിട്ട് പേടിയാവുന്നുണ്ട്. എന്നോട് സത്യം പറ വിക്കി, എന്നോട് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? മറച്ചു വെച്ചിട്ടൊന്നുമില്ലായിരുന്നേ, പക്ഷെ അതൊക്കെ മറ്റൊരാളോട് പറയാനുള്ള സാഹചര്യമല്ലേ ഇപ്പൊ. എനിക്ക് കുറച്ചുകൂടി സമയം വേണം. ആദ്യം ചേട്ടന്റെ കല്യാണം നടക്കട്ടെ. അത് കഴിഞ്ഞ് എല്ലാവരുടെ മുമ്പിൽ വെച്ച് എല്ലാ സത്യങ്ങളും ഞാൻ തുറന്നു പറയും. പെർമിഷൻ ഇല്ലാതെ നിന്റെ കല്യാണം നടത്താൻ പോവാ, അതൊരു തെറ്റല്ലേ? തെറ്റാണെന്ന് പറയുന്നതിന് മുമ്പേ എന്നോടൊരു വാക്ക് ചോദിക്കണം, അതാണ് ശരി. ഒന്ന് വെറുതെ ഇരിക്കെ, പറയുന്നേക്ക്. നീ എന്താ ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്നവളല്ലേ? പ്രേമിച്ചതും പ്രപ്പോസ് ചെയ്തതും ഡ്യുവറ്റ് കളിച്ചതും അതെന്താ സിനിമയിൽ അഭിനയിച്ചതാ? ബൈ ബൈ പറഞ്ഞു പോവാണോ നീ? ഒരു പെണ്ണും ഒരു പയ്യനും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചതല്ലേ?
ഇതൊക്കെ സിനിമയിൽ മാത്രമല്ല സീരിയലിലും ഉള്ളതാ. ഹീറോയിനോട് കല്യാണം കഴിച്ചാലല്ലേ കഥ മുന്നോട്ട് പോവുള്ളൂ. പക്ഷെ റിയൽ ലൈഫിലാണെങ്കിൽ ഇതൊന്നും നടക്കുകയില്ല. അല്ല, അറേഞ്ച്ഡ് മാരേജിന് സമ്മതിക്കാൻ വേണ്ടി ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചേ? നീ ഇപ്പോഴത്തെ കാലം വിട്. കാളിദാസന്റെ കാലം മുതല് ശകുന്തളയും ദുഷ്യന്തനും തമ്മിൽ പ്രണയമല്ലായിരുന്നോ? ഈ പ്രണയം ജാമ്പവാന്റെ കാലം മുതലുള്ള കാര്യമോ? അതൊക്കെ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? നീയും വേദാന്തേട്ടനും തമ്മിൽ പ്രണയത്തിലാണെന്ന് ഈ നാട്ടുകാർ മൊത്തം അറിഞ്ഞതാ. മാത്രമല്ല, നിന്നെ കാമുകിമാരുടെ അസോസിയേഷന്റെ പ്രസിഡന്റ് ആക്കാൻ വരെ ആലോചന ഉണ്ടായിരുന്നു. നാട്ടുകാർക്ക് മുഴുവൻ നിന്നെ മനസ്സിലായി. പക്ഷെ നമ്മുടെ അമ്മയ്ക്ക് എന്താ നിന്നെ മനസ്സിലാവാത്തെ? നിന്നെ വേറെ കെട്ടിച്ചു വിടാനുള്ള സ്കെച്ച് ഇട്ടോണ്ടിരിക്കുവോ? റൗഡിസം കാണിച്ച് എസ്കേപ്പ് ആവാൻ പറ്റിയ നല്ലൊരു അവസരം ഇത്. ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ നീ അച്ഛന്റെ അമ്മയുടെ വാക്ക് കേട്ടല്ലേ ജീവിച്ചത്. അതുകൊണ്ട് അവര് കാണിക്കുന്ന ഏതെങ്കിലും ഒരു ചെറുക്കനെ കല്യാണം കഴിക്കാവുന്നാണോ? അയ്യോ, അത് നീ വെറുതെ എന്നെ സമാധാനിപ്പിക്കാൻ നോക്കണ്ട. ഇനി എന്തൊക്കെ സംഭവിച്ചാലും നാട്ടുകാരെ മുഴുവൻ വിളിച്ചുകൂട്ടി മിഡിൽ ക്ലാസ് പെണ്ണുങ്ങൾക്ക് ഫീലിംഗ്സ് ഉണ്ടെന്നും അതിനെ റെസ്പെക്ട് ചെയ്യണമെന്നും ക്ലാസ് എടുത്ത് കൊടുക്കാൻ പോവാ. നീ ഇപ്പൊ തന്നെ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇതൊരു ചരിത്രമായിട്ട് എഴുതപ്പെടും. ഞാൻ നിന്റെ കൂടെ തന്നെ നിന്ന് എന്ത് ചെയ്യാനും റെഡിയാ. മരം ചുറ്റി പ്രേമവും കല്യാണവും ജീവിതവും ഒക്കെ ടിവിയിൽ കാണുമ്പോ കൈകൊട്ടിച്ചിരിക്കാൻ എല്ലാവർക്കും അറിയാം. അത് സ്വന്തം വീട്ടിൽ നടക്കുമ്പോഴെന്താ പ്രശ്നം? നമ്മുടെ അമ്മ അതുപോലെ തന്നെ സിനിമയിൽ ഒരു ചെറുക്കനും പെണ്ണും പ്രേമിച്ച് അവർ ഒളിച്ചോടി കല്യാണം കഴിച്ച് സ്വയം അധ്വാനിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്ന കണ്ട അമ്മയ്ക്ക് സന്തോഷമാണ്. പക്ഷെ വീട്ടിലോ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ചെറുക്കനെ തന്നെ മകള് കല്യാണം കഴിക്കണം. ഈ അന്യായം കണ്ട് എനിക്ക് മടുത്ത ദൈവമേ, എന്തിനു വേണ്ടിയാ എന്നെ ഈ വീട്ടിലെ മൂന്നാമത്തെ മകളാക്കിയത്? ഞാൻ ഇതിനൊന്നും സമ്മതിക്കില്ലടി ചേച്ചി. ഇതിനൊക്കെ നമുക്ക് നീതി കിട്ടിയേ പറ്റൂ. അതിഥി എടി, നീ എന്തൊക്കെയാ പറയുന്നേ? എന്നെക്കാൾ ഓവറായിട്ട് എന്തിനാ ആക്ട് ചെയ്യുന്നേ? എന്റെ പൊന്നു ചേച്ചി, നിന്നെ ഞാൻ എന്റെ മനസ്സിലൊരു ഹൈ റേഞ്ചിലാണ് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആലോചിക്കണം. എന്റെ ഇമാജിനേഷനിൽ നിന്റെയും ചേട്ടന്റെ കല്യാണം ഒക്കെ അങ്ങ് ഫോറിൻ കൺട്രിയിൽ വെച്ച് നടന്നു കഴിഞ്ഞു. ഞാൻ ആ സീനൊക്കെ മനസ്സിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുക. ആ DVD ആയിപ്പോ കുറെ നാളായിട്ട് മനസ്സിൽ പ്ലേ ചെയ്തോണ്ടിരിക്കുന്ന. ഈ സിനിമയിലൊക്കെ സെക്കൻഡ് ഹീറോയിനെ നീ കണ്ടിട്ടില്ലേ? അതുപോലെ ആ വീഡിയോയിലൊക്കെ എന്നെ ഞാൻ കാണുന്നത്. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. സംഭവിച്ച കാര്യങ്ങളൊന്നും അതിഥി ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവളോട് എനിക്ക് ഒരുപാട് റിയാക്ട് ചെയ്യാനും പറ്റില്ല. അഭിനയിച്ച് നിന്നേ പറ്റൂ, വേറെ വഴിയില്ല. എനിക്ക് തന്നെ ഇത്രയും ഫീലിങ്സ് ഉണ്ടെങ്കിൽ നിന്റെ കാര്യം എന്താണെന്ന് ആലോചിച്ചിട്ടാ. നിന്റെ ഹാർട്ടിന് ഇതൊന്നും താങ്ങാൻ പറ്റില്ല ഏജി. നോക്ക്, നിന്റെ കൺസേൺ ഒക്കെ എനിക്ക് മനസ്സിലായി മോളെ. നീ ഷൂട്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് കടലിലോ മലയിലോ വല്ല ഹിമാലയത്തിലോ അതും അല്ലെങ്കിൽ ആകാശത്തില് വലിയ പന്തലിട്ട് എന്റെ ഇമാജിനേഷനിലും ഇതൊക്കെ ഷൂട്ട് ചെയ്തതാ. നിന്റേത് വെറും DVD അല്ലേ? എന്റേത് അൾട്രാ HD ക്വാളിറ്റിയിലാ പ്രിന്റ് വന്നിരിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, അതിനുള്ള യോഗമൊന്നും നമുക്ക് ഇല്ലാതെ പോയില്ലേ. എനിക്കതൊന്നും അറിയണ്ടടി മുതുക്കി. നമ്മളെ പോലത്തെ മിഡിൽ ക്ലാസ് പെണ്ണുങ്ങള് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തിയെടുത്തേ പറ്റൂ. നിന്നെ പോലുള്ള ഏതെങ്കിലും വിക്ടിംസ് ഉണ്ടെങ്കിൽ നമുക്ക് അവരെയും കൂടെ വിളിച്ചു വരുത്തി ഒരു സമ്മേളനം നടത്താം. അവർക്ക് ഇഷ്ടമുള്ള ചെറുക്കന്മാരെ വിളിച്ചോണ്ട് വന്ന് മുന്നിൽ നിന്ന് നമുക്ക് കല്യാണം നടത്താം. എന്നിട്ടെന്താ, അവര് കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കും. ഇത് സിനിമയൊന്നും അല്ല മോളെ, അങ്ങനെ പറയുമ്പോ തന്നെ കല്യാണം നടക്കാൻ. ജീവിതം തുടങ്ങുന്നത് ആ പോയിന്റിൽ നിന്ന്. അങ്ങനെ ഒരു മുഹൂർത്തത്തിൽ സ്നേഹിക്കുന്ന എല്ലാവരും ഒരുമിച്ച് നിന്ന് അനുഗ്രഹിക്കണം. പക്ഷെ ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ വെറുതെ ആഗ്രഹിക്കാൻ മാത്രമേ പറ്റൂ. അങ്ങനെ നീ പറയുന്ന പോലെ കല്യാണം കഴിച്ചാ എന്റെ പിന്നെയുള്ള ജീവിതം കട്ടപ്പുകയായിരിക്കും. അപ്പോ അറേഞ്ച് മാരേജ് നിനക്ക് ഓക്കെ ആണോ? ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് വേദാന്തിനെ വേണം, അത് എന്റെ ആഗ്രഹം. അത് തന്നെ നടക്കണമെന്നുണ്ടോ? എന്നെ കുറിച്ച് നീ ഇത്രയൊക്കെ ടെൻഷൻ അടിക്കുന്ന ഓർത്ത് എനിക്ക് നല്ല സന്തോഷായി. താങ്ക് യു മോളെ. ഇങ്ങനെ താങ്ക് യു വെൽക്കം ഒക്കെ പറഞ്ഞോണ്ടിരുന്ന ഒന്നിനും മറുപടി ആവില്ല. എന്നാ ഒരു കാര്യം ചെയ്യാം, നീ നേരെ അമ്മയുടെ അടുത്തേക്ക് പോണം. നിനക്ക് ഈ കല്യാണം വേണ്ടാന്നങ്ങ് പറയണം. എടി, അമ്മ ചെറുക്കൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ എന്തിനാ ഇപ്പോഴേ വെറുതെ ടെൻഷൻ അടിക്കുന്നേ? വാ. ഞാൻ കട്ട് ചെയ്യും തോറും അവൻ പിന്നെ എന്നെ വിളിച്ചോണ്ടിരിക്കുകയാണല്ലോ. വേദാന്ത് നല്ല ടെൻഷനിലാണെന്നാ തോന്നുന്നേ.
എനിക്ക് എന്ത് പറയാൻ പറ്റും? വേദാന്ത് പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഈ കോള് ഞാൻ എടുത്താ സംഭവിച്ചതെല്ലാം എനിക്ക് അവനോട് പറയേണ്ടി വരും. അറിഞ്ഞു കഴിഞ്ഞാ നീ പിന്നെ എന്ത് ചെയ്യുന്നു പറയാനും പറ്റില്ല. ഈശ്വര, എന്നെ രക്ഷിക്കാൻ ഇനി നീ മാത്രമേ ഉള്ളൂ. ഞാൻ വീട്ടിലുണ്ടെന്ന് അറിയുന്നത് കൊണ്ട് അവൻ ഇങ്ങോട്ട് തന്നെ വരും. വേഗം ഇറങ്ങി അമ്പലത്തിലേക്കെങ്കിലും പോവാം, അല്ലെങ്കിൽ എനിക്കൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അമ്മോടെ നിക്കേ. എന്റെ ദൈവമേ, അമ്മയുടെ മുന്നിൽ തന്നെയാണല്ലോ വന്ന് പെട്ടത്. എങ്ങോട്ടാ നീ പോന്നത്? ഞാൻ നിന്നോടാ സംസാരിക്കുന്നത്. ഒന്നും പറയാതെ ഒളിച്ച് എങ്ങോട്ടാ നീ പോകുന്നത്? മര്യാദയ്ക്ക് പറ. ഞാൻ ഒളിച്ചു പോയതൊന്നും അല്ലമ്മേ, അമ്പലത്തിലേക്ക് പോകാന്നോർത്ത. അതെന്താ, അവിടെ വേദാന്ത് വരാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് വെറുതെ ഇരിക്കമ്മേ, ഞാൻ അവനോട് സംസാരിച്ചിട്ട് പോലുമില്ല. നീ ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല. മര്യാദയ്ക്ക് അകത്ത് പോകാൻ നോക്ക്. എന്തിനാമേ ചില സിനിമയിലെ വില്ലന്മാരെ പോലെ ഇങ്ങനെ പെരുമാറുന്നേ? എങ്ങനെ വീട്ടിൽ തന്നെ പൂട്ടിയിടാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഇപ്പൊ സംഭവിച്ച പോലെ മുന്നോട്ടൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അമ്മേ, എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ തെറ്റ് ചെയ്യുന്ന ആളല്ല. അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ച് എനിക്ക് വിഷമാവും. ഞാനൊന്ന് അമ്പലത്തിലേക്കാ പോകുന്നേ, ഒന്ന് പോയിട്ട് വരട്ടെ. വേണ്ടാന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞില്ലേ? നിനക്ക് അത്രയ്ക്ക് ദൈവവിശ്വാസം ഉണ്ടെങ്കിലേ അകത്തൊരു പൂജാമുറി ഉണ്ട്, അവിടെ നിന്ന് പ്രാർത്ഥിച്ചോ, ഒരു കുഴപ്പമില്ല. കണ്ടില്ലേ അച്ഛാ, എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന വലിയ കഷ്ടോ. അച്ഛനൊന്ന് അമ്മയോട് പറ. പ്രമി, നമ്മുടെ പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സാധിക്കാൻ കഴിഞ്ഞത് അമ്മൂടി ഉള്ളതുകൊണ്ടായിരുന്നു. നമ്മൾ അതെല്ലാം മറന്ന് അവളെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് വലിയ തെറ്റല്ലേ? അവൾ അമ്പലത്തിലേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ, അവള് പോയിട്ട് വരട്ടെ. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വേഗം തന്നെ തിരിച്ചു വരാം. ശരി, എന്നാ പോയിട്ട് വാ. പക്ഷെ അവിടെ ചെന്ന് ആരും അറിയാതെ അവനെ ഫോൺ ചെയ്യാനോ അവനെ അവിടെ വരുത്താനോ അവനെ കാണാനോ അങ്ങനെയുള്ള ഒരു അവസരങ്ങൾ നീ ഉണ്ടാക്കരുത്. അത് നീ എനിക്ക് സത്യം ചെയ്യണം. ഞാൻ അങ്ങനെ ചെയ്യില്ലമ്മേ. ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. അമ്മയുടെ വാക്ക് ഞാൻ ഒരിക്കലും മറികടക്കില്ല. ചേട്ടാ, വേദാന്തേട്ടാ, ആദ്യ ചേട്ടൻ എന്താ പറ്റിയത്? കുടുംബത്തിന് വേണ്ടി പ്രണയം ത്യാഗം ചെയ്ത ത്യാഗിയെ പോലെ ഉണ്ടല്ലോ ഇപ്പോ. ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യം എന്താ? ഈ വീട്ടിലുള്ള എല്ലാവരുടെ മേലും ചേട്ടൻ ഒരു പവർ ഉണ്ടെന്ന് ഓർക്കണം. ഞാൻ എന്താ ചെയ്യേണ്ട മോളെ? എന്നെ കൊണ്ട് നോർമൽ ആയിരിക്കാൻ പറ്റുന്നില്ല. അമൂല്യെ കണ്ടിട്ട് ഒരുപാട് നാളായ പോലെ തോന്നാ മോളെ. അമ്മയുടെ ബർത്ത്ഡേക്ക് എന്റെ അമ്മൂന്റെ ലൈഫ് ഇങ്ങനെ മാറി മറിയൊന്നും ഞാൻ വിചാരിച്ചില്ല. ഇപ്പൊ ഒന്ന് ഫോൺ ചെയ്താൽ പോലും അവള് കോൾ എടുക്കുന്നില്ല. പ്രണയിക്കുന്നൊന്നും എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. ബട്ട് ഐ എം ഡീപ്ലി ലവ് വിത്ത് ഹർ. അവൾ എന്റെ കോൾ എടുക്കുന്നില്ല, എന്നോട് സംസാരിക്കുന്നില്ല. മെസ്സേജ് അയച്ച പോലും ഒരു റിപ്ലൈ ഇല്ല. അപ്പിനി ഫോൺ ചെയ്യണ്ട, ചേട്ടൻ ഡയറക്റ്റ് ആയി വീട്ടിലേക്ക് പോയി എന്താ സംഭവിച്ചെന്ന് ചോദിക്കും. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചത് മോളെ. പക്ഷെ അവിടുത്തെ സാഹചര്യം എന്താന്ന് എനിക്ക് അറിയില്ലല്ലോ. ഞാനിപ്പോ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ സാഹചര്യം കുറച്ചുകൂടെ മോശമായാലോ? അതുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കുന്ന ബെറ്റർ. പിന്നെ ഇതിൽ വേറെ എന്ത് ചെയ്യാനാ ചേട്ടൻ ഉദ്ദേശിക്കുന്നേ? അറിയില്ല ആദ്യ. ഫോർ ദ ഫസ്റ്റ് ടൈം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്ത് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസാണ് എനിക്കിപ്പോ ഇല്ലാത്തത്. ഞാനിപ്പോ ടോട്ടലി ബ്ലാങ്ക് ആണ് മോളെ. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ ഞങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നറിയോ? വേദാന്തേട്ടനോട് ചോദിച്ചിട്ട് ചെയ്യാം. എത്ര വലിയ തലവേദന പിടിച്ച പ്രശ്നമാണെങ്കിലും ചേട്ടൻ കൂടെയുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നുള്ള വിശ്വാസം. നീ ഞങ്ങളുടെ ഡൈനാമിക് ഹീറോ ആണെന്ന് മറക്കരുത്.
ചേട്ടൻ തന്നെ ഇങ്ങനെ ഹെൽപ്ലെസ് ആയിട്ട് ഇരിക്കുന്നത് കണ്ട ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു കാര്യം മാത്രം ചേട്ടൻ മനസ്സിൽ വെച്ചോ, എന്ത് വന്നാലും ഞങ്ങൾ എല്ലാവരും ചേട്ടന്റെ കൂടെയുണ്ട്. ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചേട്ടൻ ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട്. തിരിച്ച് നിനക്ക് വേണ്ടി ഞങ്ങളും ഒപ്പം ഉണ്ടാവും. ഐ ജസ്റ്റ് ഹോപ്പ് ഫോർ ഇറ്റ് ആദ്യ. എല്ലാം നന്നായി നടക്കുമെന്ന് വിചാരിക്കാം, അല്ലാതെ വേറൊരു ഓപ്ഷൻ ഞാൻ കാണുന്നില്ല. എല്ലാ പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവും ഏട്ടാ. വന്നേ, എന്റെ കൂടെ വന്ന് ഫുഡ് കഴിക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണമെന്ന് ആലോചിക്കാം. വാട്ട്? ആർ യു സീരിയസ്? ഡാം സീരിയസ്.